സഭാപ്രസംഗി 3:11. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹം അവൻ ചെയ്യുന്ന സകല പ്രവൃത്തിയുടെയും അവസാനം ഏറ്റവും ഭംഗിയായി തീരണം എന്നുള്ളത്. എന്നാൽ മനുഷ്യൻ്റെ ജീവിതം പുരോഗമിക്കുമ്പോൾ അവൻ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും ഭംഗിയായി തീരണം എന്നില്ല. ചില ഘട്ടങ്ങളിൽ അഭംഗിയോടെ കാണപ്പെടാറുണ്ട്, ചില ഘട്ടങ്ങളിൽ വികൃതമായി കാണപ്പെടാറുണ്ട്. മനുഷ്യൻ്റെ ആത്മീക മേഖലയായിക്കോട്ടെ, ഭൗതിക മേഖലയായിക്കോട്ടെ, ശുശ്രൂഷാപരമായ മേഖലയായിക്കോട്ടെ, ഉപജീവന മേഖലയായിക്കോട്ടെ, മക്കളുടെ പഠനമായിക്കോട്ടെ, വ്യക്തിപരമായ ആവശ്യങ്ങളായിക്കോട്ടെ, വീട് പണിയായിക്കോട്ടെ, ഹോസ്പിറ്റൽ വിഷയങ്ങളായിക്കോട്ടെ, ഓപ്പറേഷൻ സംബന്ധമായ വിഷയങ്ങളായിക്കോട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, ഏത് വിഷയവും ഭംഗിയാകാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അഭംഗിയോടെ വികൃതമായി ഉദ്ദേശിക്കാത്ത നിലയിൽ ആയി പോകാറുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നു, മനുഷ്യൻ്റെ സകലമാന പ്രവർത്തനങ്ങളും, മനുഷ്യൻ്റെ ആത്മീക വിഷയങ്ങളും ഭൗതിക വിഷയങ്ങളും, അത് എത്ര ചെറുതായിക്കൊള്ളട്ടെ, എത്ര അധികം വലുതായിക്കൊള്ളട്ടെ, സകലവും ഭംഗിയാക്കി നമുക്ക് ചെയ്തു തരുവാൻ കഴിവുള്ള ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ അവൻ്റെ സന്നിധിയിൽ നൽകാം. അവനത് ഏറ്റവും ഭംഗിയായി നമ്മുടെ കൈകളിൽ തരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആരംഭത്തേക്കാൾ അവസാനം നന്നാക്കി തീർക്കുന്ന ദൈവം നമുക്കുണ്ട് എന്നുള്ള ഒരു ബോധം ദൈവം നമുക്ക് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. മേ ഗോഡ് ബ്ലെസ്.